1.5 വയസ്സുവരെ ഞാനും ഒരു സാധാരണ കുട്ടി തന്നെയായിരുന്നു. 4-ാം മാസം കമിഴ്ന്നു വീണു. 9-ാം മാസം പിച്ച നടന്നു. 1-ാം വയസ്സിൽ കേക്ക് മുറിച്ചു. പിന്നീടാണ് കാര്യങ്ങൾ പതിയെ മാറാൻ തുടങ്ങിയത്. ഞാൻ അനാവശ്യ വാശികൾ കാട്ടാൻ തുടങ്ങി. പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകാതെയായി. പെട്ടെന്ന് ദേഷ്യം വന്നു തുടങ്ങി. അപ്പോ ഡോക്ടറെങ്കിലാ പറഞ്ഞത് ഞാൻ ഓട്ടിസ്റ്റിക് ആണെന്ന്. പക്ഷേ ഉമ്മ സമ്മതിച്ചില്ല. ഉമ്മ പറഞ്ഞത് ഞാൻ പെർഫെക്റ്റ് ആണെന്നാ. എന്നോ എടുത്ത പന്ത് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് അപ്പുറത്തെ കൂട്ടുകാരും എന്നെ കളിക്കാൻ കൂട്ടാതെയായി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. Autism is a condition which exists from the birth. Only its manifestation is later. So where we have to focus is on the early signs, like how to identify autism within 18 to 24 months. And if we can do that, we have the whole possibilities of giving the early interventions options to the child, and the child will receive the benefits of the early intervention, which will ensure the child will have a near normal life like any other child in this world. ആദ്യമൊക്കെ സ്കൂളെന്ന് കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. 56 ഫ്രണ്ട്സ്. ലൂബ, ഖാദർ, റബിയ, ഫിദാൻ, ഷെഫിൻ, ഫാത്തിമ, ഇഷൽ, ഗൗതം, ഇവരൊക്കെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാ. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ശ്രദ്ധയും ഓർമ്മയും ഒക്കെ വേണ്ടേ? അതിനാ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥനയും യോഗയും എക്സസൈസും ഒക്കെ ചെയ്യുന്നത്. ഈ സെമീലിക്കാന് നല്ല ഓർമ്മശക്തിയാ. എന്ത് കണ്ടാലും അതെല്ലാം ഓർത്തു വെക്കും. ഇവിടെ ടീച്ചേഴ്സ് പറയുന്നത് ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്നാ. പച്ച, നീല, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്. കുഞ്ഞി വാവകൾ മുതല് വലിയ ചേട്ടന്മാര് വരെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും നല്ല കളിയും ചിരിയാ. എല്ലാം ഈ ടീച്ചേഴ്സിന്റെ സൂത്രപ്പണിയാ. ചൊല്ലാനും എഴുതാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഈ കളിക്കൂടാ ഞങ്ങളെ പഠിപ്പിക്കുന്നേ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും അമ്മമാർക്ക് ഞങ്ങളുടെ കൂടെ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഞങ്ങൾ കൊച്ചു കുട്ടികളും അല്ലല്ലോ. അവനവന്റെ കാര്യങ്ങള് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യണ്ടേ. അമീർ ആന്റിയാ അതിനൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. Occupational therapy is a skilled profession which helps to carry out activities the people want to do and the people is willing to do. The people is affected with physical and mental illness. That is, people they will be like going to school, they want to play, their leisure times, everything will be affected. The occupational therapy will work with people who has such abnormalities.
We work with, here it's a school setup, and here I work with autistic children, MR and Down syndrome. For an autistic children, for example, Sri Kutan, he came with more hyperactive. He was so hyperactive. He doesn't sit in a place. He doesn't focus. He doesn't have attention for at least 1 or 2 minutes. So I started with attention. I started its hyperactivity by giving neutral warmth. I reduced his hyperactivity. Then I focused on his attention level. I increased it to 5 minutes. Then gradually he sits for 45 minutes session without getting up anything. ഞങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും. ഡോക്ടർ ആൻറ്റി എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്ന് ഞങ്ങളെല്ലാവരും പരിശോധിക്കും. നല്ല മധുരമുള്ള മരുന്നും തരും. ഇന്നാളീ സൂചി വെച്ചപ്പോൾ കരയാതിരിക്കാൻ എനിക്കൊരു ഓറഞ്ചും തന്നു. ഞങ്ങളുടെ ചേട്ടന്മാരുടെ ക്ലാസ്സാ. അവർക്ക് ഒത്തിരി പഠിക്കാനുണ്ടെന്നാ പറയുന്നേ. ഒക്കെ വെറുതെയാ. കമ്പ്യൂട്ടറും ടിവിയും സ്മാർട്ട് ക്ലാസ്സും ഒക്കെ ആയിട്ട് പഠിത്തം നല്ല രസല്ലേ? എനിക്ക് പഠിക്കാൻ ഇഷ്ടം. എനിക്ക് എഞ്ചിനീയർ ആകണം. എനിക്ക് എനിക്കും പഠിച്ച് വലിയ ആളായി പോലീസിൽ ചേരണം. എന്നിട്ട് പിള്ളേരെയൊക്കെ ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരെ പിടിച്ച് നല്ല ശിക്ഷയും കൊടുക്കണം. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ കേട്ടില്ലേ? പക്ഷേ ചില കൂട്ടുകാർക്ക് അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കൂട്ടുകാരെ പറയാനും പാടാനും ഒക്കെ പഠിപ്പിക്കുന്നത് ഈ സെലീന ആന്റിയാ. Very good. Very good. Speech language therapy enhances the communication, the receptive and the expressive language skills of a child. And now regarding like what is the cause of all these autistic children and mental retardation and Down syndrome to increases, mainly regarding our experience throughout this year, we have found that most of them are coming with the problem of environmental factors. That is, the parents might, both of them might be working and the child might have got little attention, and their diet schedule. All these factors include, they trigger the genetic system of our body to influence their behavioral and their living module itself. So we focus mainly on their language skills, swallowing, all these together, so that they can improve in their daily life. They can express their needs through verbal mode. Regarding non-verbal children, we use picture communication system and AAC method, that is alternative augmentative communication, through which all the softwares are included, and they use electronic gadgets to improve their communication. Thank you. Very good. Adi.
ജീവിതത്തില് പാട്ടും കളിയും മാത്രം പോരല്ലോ. വളർന്നു വലുതാവുമ്പോ സ്വന്തം കാലിൽ നിൽക്കണ്ടേ? അതിനാ ഞങ്ങൾ ഓരോ തൊഴിൽ പഠിക്കുന്നത്. മാല ഉണ്ടാക്കാൻ, TV നന്നാക്കാൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ, പിന്നെ പേപ്പർ ബാഗ്സ് നിർമ്മിക്കാനും പഠിക്കുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് പേപ്പർ ബാഗ്സിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും എന്നാ പറയുന്നത്. സാറിന് കവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളപ്പൊക്കെ വൃത്തികേടാവും. അതുകൊണ്ട് എല്ലാവരും പിന്നെ പേപ്പർ ബാഗ് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഇവിടെ വരാനാ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അബുവും സുമിയും പാട്ട് കേൾക്കും, റഹാൻ ഗെയിം കളിക്കും, വീണ കഥകൾ വായിക്കും, ഞാൻ സിനിമ കാണും. ഫോറസ്റ്റ് ഗംബ എൻ്റെ ഫേവറേറ്റ് മൂവി. ഇന്നലെ വേറൊരു സിനിമ കാണിച്ചു, ടെമ്പിൾ ഗ്രാൻഡ് എന്നാ അതിൻ്റെ പേര്. ഞങ്ങളെ പോലുള്ള ടെമ്പിൾ ഗ്രാൻഡൻ എന്ന കുട്ടി ആനിമൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത് വലിയ സയൻറ്റിസ്റ്റായ യഥാർത്ഥ കഥയാ അത്. ചിലപ്പോ നമ്മുടെ ഗായത്രിയും അങ്ങനെ ആകുമായിരിക്കും. സിനിമയിൽ മാത്രമല്ല, ഇവിടെയുണ്ട് നല്ല ടാലൻസ്. ഇത് സഫാൻ, ഇവിടുത്തെ ശിവമണിയാ. നവ്യക്ക് എപ്പോഴും നാണാ, പക്ഷെ നന്നായിട്ട് നാടൻ പാട്ട് പാടും. ഈ ഖാദർ പാടുന്നതെല്ലാം റൊമാൻറ്റിക് സോങ്സാ. ഇത് ആയിഷയല്ല കേട്ടോ, ഇതാ ഫാത്തിമ, ഞങ്ങളുടെ പാത്തുമ്മ. ഈ കൊട്ടും പാട്ടും ചിരിയൊന്നും ഫാത്തിമയ്ക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഫാത്തിമയ്ക്ക് മാത്രമല്ല, വേറെ ചില കൂട്ടുകാർക്കും. At the time of presentation here, she was completely unaware of the concept of sound, and she was freshly fitted with hearing aids, and she was completely non-verbal. Since the past 1 year, we have been providing audiological services for Fatima, and she has shown tremendous improvement. This completely comes in a different set of stages, that the child has to first identify the sound, and that is the child has to first identify what sound belongs to which situation, and after that comes distinguishing, that is the child has to discriminate between one sound and the other sound. And the third one, that is auditory comprehension, where the child identifies that this particular sound belongs to this person, or this particular sound belongs to this object, and successfully Fatima has crossed all these stages. Apple. And within 1 year, we have been able to bring her to such a situation that now she is able to converse properly in a situation. Idu pocha. Tatta. Very good. Very good. Good girl. എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഷിബില. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ കൂട്ടായത്. ഷെഫിനും എൻ്റെ ക്ലോസ് ഫ്രണ്ടാ. അവൻ്റെ ചിരി കാണാൻ
നല്ല രസാ. ഇവിടെ വരുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും നടക്കാനേ പാടില്ലായിരുന്നു. രണ്ടുപേരും നല്ല വാശിക്കാരാ. എങ്ങനെയെങ്കിലും നടക്കാൻ പഠിക്കുമെന്ന് എപ്പോഴും പറയായിരുന്നു. താങ്ക്സ് ടു അഷിത ആന്റി ആൻഡ് അതുൽ അങ്കിൾ. ഇപ്പോ രണ്ടുപേരും പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ കഴിയുമ്പോ എന്റെ കൂടെ കളിക്കാനും വരും. പറഞ്ഞ് മണി 4 ഇനി എളുപ്പം വീട്ടിലെത്തണം. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണോന്ന് എനിക്കറിയില്ല. ഇടയ്ക്കൊക്കെ ഇപ്പോഴും ഞാൻ പഴയ വാശിയൊക്കെ കാട്ടാറുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാം അത് ഓട്ടിസത്തിന്റെ ഭാഗമാണെന്ന്. എനിക്കിപ്പോ നിങ്ങളെല്ലാരെയും ഒത്തിരി ഇഷ്ടാ. നിങ്ങൾക്കോ? പിന്നെ അപ്പുറത്തെ കൂട്ടുകാരിപ്പോ ഞാൻ ചെന്നാലേ കളി തുടങ്ങൂ. അന്ന് എടുത്തു വെച്ച പന്ത് ഞാൻ തിരിച്ചു കൊടുത്തു.